പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ.
എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിനെയും നാഥായനേക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവൻ, ആത്മാക്കളെ രക്ഷിക്കുന്നവൻ, ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായനേക്കും. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുന്ദരനും ബലവാനും അമർത്യമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിൽ വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലരെയും നാഥായനേക്കും. ഇസ്രായേൽ ജനത്തോട് പറയുക, ഗർഭം ധരിച്ച് ആൺകുട്ടിയെ പ്രസവിക്കുന്ന സ്ത്രീ ഋതുകാലത്തെന്ന പോലെ 7 ദിവസത്തേക്ക് അശുദ്ധിയായിരിക്കും. 8-ാം ദിവസം കുട്ടിയെ പരിച്ഛേദനം ചെയ്യണം. പിന്നെ രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി അവൾ 33 ദിവസം കാത്തിരിക്കണം. ശുദ്ധീകരണ ദിവസങ്ങൾ കഴിയുന്നതുവരെ വിശുദ്ധ വസ്തുക്കൾ സ്പർശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയോ അരുത്. എന്നാൽ പെൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ ഋതുകാലത്തെന്ന പോലെ 2 ആഴ്ചത്തേക്ക് അവൾ അശുദ്ധിയായിരിക്കും. രക്തത്തിൽ നിന്നുള്ള അശുദ്ധീകരണത്തിനായി 66 ദിവസം കാത്തിരിക്കണം. കുഞ്ഞ് ആണോ പെണ്ണോ ആകട്ടെ, ശുദ്ധീകരണത്തിന്റെ ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ അവൾ കുഞ്ഞിന് വേണ്ടി 1 വയസ്സുള്ള ഒരു ആട്ടുകുട്ടിയെ ദഹനബലിക്കായും ഒരു ചെങ്ങാലിയെ പാവക്കുഞ്ഞിനെയോ പാവപരിഹാരബലിക്കായും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ മുമ്പിൽ കൊണ്ടുവരണം. അവൻ അവയെ കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിച്ച് അവർക്ക് വേണ്ടി പാവപരിഹാരം ചെയ്യണം. അപ്പോൾ രക്തസ്രാവത്തിൽ നിന്ന് അവർ ശുദ്ധിയാകും. ഇതാണ് ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ പ്രസവിക്കുന്ന സ്ത്രീക്കുള്ള നിയമം. ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻകുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ. ഒന്ന് ദഹനബലിക്കും, മറ്റേത് പാപപരിഹാരബലിക്കും. പുരോഹിതൻ അവർക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവർ ശുദ്ധിയാകും. Hallelujah,
അനുഗ്രഹിക്കണമേ. സർവ്വത്തെയും നാഥാനേക്കും. അപ്പോൾ നമ്മൾ എന്ത് പറയണം? നീതി അന്വേഷിച്ച് പോകാതിരുന്ന വിചാരിയർ നീതി, അതായത് വിശ്വാസത്തിലുള്ള നീതി പ്രാപിച്ചു എന്ന് തന്നെ. നിയമത്തിൽ അധിഷ്ഠിതമായ നീതി അന്വേഷിച്ചു പോയ ഇസ്രായേൽ ആകട്ടെ ആ നിയമം നിറവേറ്റുന്നതിൽ വിജയിച്ചില്ല. എന്തുകൊണ്ട്? അവർ വിശ്വാസത്തിലൂടെയല്ല പ്രവർത്തനത്തിലൂടെയാണ് അന്വേഷിച്ചത്. ഇടർച്ചയുടെ പാതയിൽ അവർ തട്ടുവീണു. ഇതാ, തട്ടുവീഴുന്ന കല്ലും ഇടർച്ചയുടെ പാതയും സിയോനിൽ ഞാൻ സ്ഥാപിക്കുന്നു. അവരിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. സഹോദരരെ, എന്റെ ഹൃദയപൂർവമായ ആഗ്രഹവും ഇസ്രായേലിന് വേണ്ടി ദൈവത്തോടുള്ള എന്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണം എന്നതാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ തീക്ഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവർ ഹാജരാകുന്നതുകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിയെ അവർ കീഴ്വഴങ്ങിയില്ല. വിശ്വസിക്കുന്ന ഏതൊരു നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. ശിശുവിന് പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കുവാൻ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി. കഴിയുന്ന പുത്രന്മാരൊക്കെ കർത്താവിന് പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോഡി ചെങ്ങാലികളിൽ 2 പ്രാപിക്കുഞ്ഞുങ്ങളെയും ബലിയർപ്പിക്കണമെന്നും കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞിരുന്നത് അനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ജെറുസലേം ശിമയോൻ എന്നൊരാൾ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേൽ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവരുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ അഭിഷേകത്തിനെ കാണുന്നവരെ മരിക്കയിലായത് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, കർത്താവേ, അവന്റെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്നാൽ സകല ജനതകൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന
രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് പിതാവിന്റെ വെളിപ്പാടിലെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ മഹിമയും ആണ്. അവരെ കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവരുടെ മാതാവും പിതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവരുടെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഫനുവേലിന്റെ പുത്രി ആശയ വംശജീയമായ അന്ന എന്നൊരാൾ പ്രവാചകയും അവിടെ ഉണ്ടായിരുന്നു. ഇവർ കന്യാപ്രായം മുതൽ 7 വർഷം കർത്താവിനോട് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയത്തിൽ പോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവർ അപ്പോൾ തന്നെ മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കർത്താവിന്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലായിലെ നസറത്തിലേക്ക് മടങ്ങി. ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞു ശക്തനായി. ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ ഉണ്ടായിരുന്നു. സഞ്ചരിക്കുക. യേശുമിശിഹായെ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ആദ്യ വായനയിലൂടെ നസ്രത്തിലെ തിരുക്കുടുംബം എന്തുകൊണ്ടാണ് ശുദ്ധീകരണ തിരുനാളിൽ നിന്ന് ദേവാലയത്തിൽ പോയത് എന്ന് വ്യക്തമാക്കുകയാണ്. ഇന്നലെ ഒരു വെൽനസ് കെയർ സെന്റർ വീക്ഷിക്കുവാനായി പോയി. കാലിന്റെ പാദങ്ങളിൽ എല്ലാ ഞരമ്പും എത്തിച്ചേരുന്നു. ആ ഞരമ്പുകളെ തിരുമ്മുന്ന ഒരു മെഷീനാണ്, ആ ഒരു സ്ഥാപനമാണ് വീക്ഷിക്കേണ്ടത്. വീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അതൊന്ന് പരീക്ഷിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഒന്ന് എങ്ങനെയുണ്ടെന്ന് അറിയുവാനായിട്ട് അതിന്റെ മുകളിൽ കയറിയിരുന്നു. കാലിലേക്ക് കൊടുത്തു. അപ്പോൾ അതിന് ഇൻസ്ട്രക്ടർ പറഞ്ഞു, അല്പം വെളിച്ചെണ്ണ മുകളിൽ ഒഴിക്കും. അത് മെഷീനെ കറങ്ങുമ്പോൾ ആ വെളിച്ചെണ്ണ കറുത്ത് കരിയോയിൽ പോലെ ആക്കുകയാണെങ്കിൽ ശരീരത്തിൽ നിന്ന് ടോക്സിൻ പോകുന്നു എന്നാണ് അർത്ഥം. ശരീരത്തിൽ ടോക്സിൻ ഉണ്ട്, വിഷാംശം ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അല്ല എങ്കിൽ ശരീരം നല്ല ശരീരമാണ്. ഞാൻ വിചാരിച്ചു എന്റെ ശരീരം നല്ലതായിരിക്കുമെന്ന്. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ പാദത്തിന്റെ അടിമൊത്തം കറുത്തു, ശരിക്കും കരിയോയിൽ പോലെ ആയി. ഞാൻ വിശ്വസിക്കുന്നില്ലായെങ്കിലും കണ്ട് എനിക്ക് ബോധ്യം വരികയുണ്ടായി. നസ്രത്തിലെ തിരുക്കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കൃത്യമായി പാലിക്കുന്ന ഒരു കുടുംബത്തെ നമുക്ക് കാണുവാനായി സാധിക്കും. സുവിശേഷ ഭാഗത്ത് പ്രധാനമായും 5 കാര്യങ്ങളാണ് പറയുക. ഒന്ന്, പരിച്ഛേദന കർമ്മം. യഹൂദ നിയമപ്രകാരമാണ് പരിച്ഛേദന കർമ്മം നിർവഹിക്കുക. രണ്ടാമതായിട്ട് പേരിടൽ കർമ്മം. യേശു എന്ന പേര് ഇടണമെന്ന് ദൈവദൂതൻ കൽപ്പന നൽകിയിരുന്നു. ഈശോ എന്ന വാക്ക് യഹോശുവ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് വരുന്നതാണ്. അതിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു. യേശു അല്ലെങ്കിൽ ഈശോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. ആ രക്ഷകനാണ് ഇത് എന്ന വലിയൊരു ചിന്ത അല്ലെങ്കിൽ വലിയൊരു സന്ദേശം ദൈവിക പദ്ധതിയിലൂടെ ദൈവം നമുക്ക് നൽകുകയാണ്. യേശുവിന്റെ ദേവാലയത്തിൽ കൊണ്ട് ചെല്ലുന്നു. അവിടെ ശെമയോൻ എന്ന വ്യക്തിയുണ്ട്. പ്രയാധികത്തിലും രക്ഷകനെ കാണാതെ മരിക്കുകയില്ല
സുവിശേഷം ആവർത്തിച്ചു പറയുകയാണ്, 3 പ്രാവശ്യം പറയുകയാണ് പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു എന്ന്. മറ്റൊരു വാക്കിൽ പറഞ്ഞ ദൈവിക പദ്ധതിയായിരുന്നു ആ ശുദ്ധീകരണ കർമ്മം. ആ ദൈവിക പദ്ധതിക്കനുസരിച്ച് നസറത്തിലെ തിരുക്കുടുംബം യേശുവിന്റെ ദേവാലയത്തിൽ കാഴ്ച സമർപ്പിക്കുമ്പോൾ ആ ദൈവിക പദ്ധതികളുടെ നിറവിൽ ശിമയോൻ പറയുകയാണ്, എന്നെ സമാധാനത്തിൽ വിട്ടയക്കുകയായത്. ഈ നേത്രങ്ങൾ രക്ഷകനെ കണ്ടിരിക്കുന്നു എന്ന്. ദൈവത്തിന് പദ്ധതികളുണ്ട് എന്ന് തിരിച്ചറിയുവാനായി സാധിക്കണം. ആ ദൈവത്തിന് പദ്ധതികളുണ്ട് എന്ന ഉറച്ച ബോധ്യമാണ് യേശുവിന് ഈശോ എന്ന പേരിടുവാനായിട്ട് നസറത്തിലെ തിരുക്കുടുംബത്തെ പ്രേരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ശിമയോനെയും അന്നയെയും നമുക്ക് അധവാലയത്തിൽ കണ്ടെത്തുകയാണ്. ശിമയോനെ സംബന്ധിച്ചിടത്തോളം അവൻ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, രക്ഷകനെ കാണുവാനായിട്ടുള്ള പ്രതീക്ഷ. അവൻ പ്രവചനങ്ങൾ നടത്തുകയാണ്, വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകുമെന്ന്. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചുകയറുമെന്നും ശിമയോൻ പ്രവചിക്കുക. പരിശുദ്ധമ്മയുടെ വ്യാകുലങ്ങളെ കുറിച്ചും കുരിശുമരണത്തെ കുറിച്ചും മൃതശരീരം മടിയിൽ കിടന്നതിനെ കുറിച്ചുമുള്ള പ്രവചനം നടത്തുന്ന ശിമയോനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിലെയും മനുഷ്യരുടെയും പ്രീതിയിലും വളരുക എന്ന്. ദൈവത്തിന്റെ കരം അവനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ കരം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾക്കും പ്രമാണങ്ങൾക്കും അനുസരിച്ച് വളർത്തുവാനായിട്ട് നമുക്കൊരു സാധിക്കണം. ഇവിടെ സുവിശേഷത്തിൽ 3 ആചാരങ്ങളെ കുറിച്ചുള്ള പരാമർശവുമുണ്ട്. പരിച്ഛേദനകർമ്മം ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 12-ാം വചനത്തിലാണ് പരിച്ഛേദനകർമ്മത്തെ കുറിച്ച് പരാമർശിക്കുക. അപ്രകാരമാണ് പരിച്ഛേദന കർമ്മം ആരംഭിക്കുക. ദൈവം നൽകുന്ന ഒരു അടയാളത്തിന്റെ ദൈവിക അടയാളത്തിന്റെ ഭാഗമായി ആ ദൈവിക അടയാളം ശരീരത്തിൽ പേരണമെന്ന അപരാധത്തിന് ദൈവം കൊടുത്ത കൽപ്പന. ആ കൽപ്പനയാണ് ഈ നസറത്തിലെ തിരുക്കുടുംബം പാലിക്കുക. ദൈവിക കൽപ്പനയുമായി മുന്നോട്ട് പോകുന്ന തിരുക്കുടുംബം. രണ്ടാമതായിട്ട് സമർപ്പണത്തെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. പുറപ്പാടിന്റെ പുസ്തകം 13-ാം അധ്യായം 2-ാം വചനത്തിൽ പറയുകയാണ്, ഇസ്രായേലിനെ ആദ്യ രാത്രി എനിക്ക് സമർപ്പിക്കണം. അത് മനുഷ്യനായാലും മൃഗമായാലും കന്നിൽ പുത്രന്മാരെ എനിക്കുള്ളതാണ്. ആ കന്നിൽ പുത്രന്മാരെ ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് കൊണ്ടുപോകുന്ന നസറത്തിലെ തിരുക്കുടുംബത്തെയാണ് നാം കാണുന്നത്. മൂന്നാമതായിട്ട് ശുദ്ധീകരണം. ശുദ്ധീകരണ ക്രമത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ പ്രസവിച്ചാൽ അവൾ അശുദ്ധയായിരിക്കുമെന്ന ഒരു കാഴ്ചപ്പാട് ലേവ്യരുടെ പുസ്തകം 12-ാം അധ്യായം 8-ാം വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പാപപരിഹാരമായിട്ടും അതോടൊപ്പം തന്നെ ശുദ്ധീകരണത്തിനായിട്ടും കാഴ്ചകൾ സമർപ്പിക്കണം. ശുദ്ധീകരണത്തിനായി സമർപ്പിക്കേണ്ടത് ഒരു കുഞ്ഞാടിനെയും പാപപരിഹാരത്തിനായിട്ട് അർപ്പിക്കേണ്ടത് ഒരു ചെങ്ങാലി പ്രാവിനെയുമാണ്. എന്നാൽ അതിൽ കുഞ്ഞാടിനെ സമർപ്പിക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതിയിലായെങ്കിൽ മറ്റൊരു ചെങ്ങാലി പ്രാവിനെയും സമർപ്പിച്ചാൽ മതിയെന്നും ലേവ്യരുടെ പുസ്തകം കൽപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, തമ്പുരാനെ ഓർമ്മപ്പെടുത്തുകയാണ്, നസറത്തിലെ തിരുക്കുടുംബം ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കൃത്യമായി പാലിച്ചു പോകുന്ന ഒരു കുടുംബമാണ്. അതിന്റെ നിറവിലാണ് ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിലെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവിക കൽപ്പനകൾ നമ്മുടേതാക്കി മാറ്റുമ്പോൾ തമ്പുരാനേതായി നമ്മളും മാറും. തമ്പുരാനായി മാറുവാനായിട്ട് വളരുവാനായിട്ട് തമ്പുരാനോട് സഞ്ചരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സകല നീതിയും പൂർത്തിയാക്കാൻ യോഹന്നാൻ മാമോദീസ
കർത്താവിനെ വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധത്തിന്റെ കൂട്ടായ്മയെ മാതൃകയാക്കി യഥാർത്ഥമായ ക്രൈസ്തവരെ നയിക്കുവാൻ സഭാമക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ അതിനോട് ലഭിച്ച വിശ്വാസം വളരാൻ സത്പ്രവർത്തികളാൽ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വിശുദ്ധകാല സഭകളുടെ സ്ഥാപനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ, ഞാൻ സഭയുടെ പിതാവുമായ ഞങ്ങളുടെ മെത്രാപ്പൊലീത്ത വികാരിമാർ ജോസഫ് മെത്രാപ്പൊലീത്തയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. നമ്മുടെ
ആവശ്യത്തോടൊപ്പം പ്രധാനത്തിലേക്കുള്ളയോ എന്നും അപേക്ഷിക്കുന്നതും സമർപ്പിക്കാം. അവിടുത്തെ ഉപയോഗി ജീവിക്കുവാൻ ആവശ്യമായ നമുക്ക് അപേക്ഷിക്കാം. അങ്ങയുടെ ആദ്യമായ തൃപ്തി എപ്പോഴും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവനായകവും ദൈവികവുമായി ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Amen.
സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നെങ്കിലും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ലോകാവിൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ. ഉയരങ്ങളിലെ ഉയരട്ടെ അഖില ശരാശരകർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തെ സ്വർഗവാസികളായ ഇനങ്ങളും പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രവീന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു.
ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് ഭാവമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. ഇതിനെ വാങ്ങി ഭക്ഷിക്കുക. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർ നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് ഭാവമോചനത്തിനായി അനേകർക്കു വേണ്ടി ശുദ്ധപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങൾ എല്ലാവരും ഉദ്ദേശിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എല്ലാവർക്കും വേണ്ടിയും ഞാൻ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. ഇതിനെ ആശീർവദിക്കുകയും അഭിഷേകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധത്തിനും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വരാജ്യത്തിൽ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തി ആദരവോടെ സമീപിക്കാം. അനുതാപവും ശ്രമത്തോടെ അപരാധങ്ങളും തെറ്റിനോടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരനെ ക്ഷമിച്ചുകൊണ്ട് നാം സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടെ വൈക്കുന്നതോടുകൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്നവരുടെ വിശ്വാസത്തോടു കൂടി അവർക്ക് അപേക്ഷിക്കാം. സുഖസായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പാപത്തിൽ വീഴാതെ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ ജീവിക്കുന്ന കർത്താവിന്റെ ഭാവം അവരുടെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ.
Sen Alphonsus Sebastian Asmara, Eduki Beluba, Pembang Masukan Beluba, Pelaku, Yahweh, and Muji Beluba. Ibu sesi satu, kemudian Muji dari Sensos Purwi Raja Muji dari Narimari, Visi Syrian, Puja Syrian, Wasal Raja, Sendes Purwi Raja Muji dari Anshmari, Joseph Malu dari Wasal Raja sampai di luar. Mas Fatma Dianti Usios Bilawali Udira Shmaya Saren Sabahnya Naluan Akhirah Ada Dona Paisa Dewali Piramid Singapore Akhirah Udira Shmaya Saren dengan Conversation Nadia ada motivasi kami untuk membela dengan Conversation Nadia dengan diversion and the only thing yang bersih yang ini yang memperluas ini dan yang memperluas ini dan yang memperluas വിവാഹം ഈ പള്ളികളൊക്കെ അമ്പാട് ജോർജ് മേരി മകൾ ലിനിയും പള്ളിക്കര സെന്റ് മേരീസ് ഇടവക പുഴയാൻ ജോർജ് ലീല മകൻ ബഹ്നാൻ തമ്മിൽ വിവാഹിതരാകാൻ നിശ്ചയിച്ചിരിക്കുന്നു. പരിശുദ്ധമായ സുതർക്കവും പരിശുദ്ധവും ജീവിതായും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ മുഴുവൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപോലെ നൽകിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തെയും നാഥായ നീക്കും പ്രത്യാശയായ മിശിഹായ സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി താരമായിട്ടുള്ളതാകട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും